മൂലം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അവിട്ടം, ചതയം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജൂലൈ മാസം 1-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. അതായത് ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം പിറക്കുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് എന്നുള്ളതാണ് ഫലപ്രകാരം തെളിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഇപ്പോൾ ജീവിതത്തിൽ വളരെയേറെ കാഠിന്യമേറിയ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് തന്നെ കഴിഞ്ഞു പോയിട്ടുള്ള ചില കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട വ്യക്തിയാണോ നിങ്ങൾ എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിപ്പോവുകയാണ്. കാരണം നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തികളെയും ദ്രോഹിക്കുകയോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ലാത്ത ഒരാളാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിസന്ധികൾ ജീവിതത്തിൽ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കുറച്ച് സമയം മുൻപ് വരെ മനസ്സുകൊണ്ട് ചിന്തിച്ച ഏതൊക്കെയോ വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശേഷം ഒരു സന്തോഷവും ഉണ്ടായിരിക്കും എന്നതാണ്. ഏറ്റവും പ്രധാനമായി ജ്യോതിഷപരമായി പറയുമ്പോൾ അത്തരത്തിലുള്ള സന്തോഷകരമായ കാര്യങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളിൽ നല്ല സമയം തെളിയണമെന്ന് മാത്രം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു ദോഷ സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ ജീവിതത്തിൽ പരിശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഒരു മുന്നേറ്റം കാണുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 1-ാം തീയതി ബുധനാഴ്ച നിങ്ങളിൽ തെളിഞ്ഞു കാണുന്നത് വിശിഷ്ട രാജയോഗമാണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളെയും അവസ്ഥകളെയും മാറ്റിമറിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ മാസം 1-ാം തീയതി ബുധനാഴ്ച തന്നെ സിദ്ധിക്കുവാൻ പോകുന്ന വിശിഷ്ട രാജയോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി വിശിഷ്ട രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ജൂലൈ മാസം 1-ാം തീയതി തിങ്കളാഴ്ച തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുന്നത് വരെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ മടിക്കാത്തവരുമാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന തരത്തിലുള്ള ഒരു ദുരവസ്ഥയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജീവിതത്തിലെ ഒരു പ്രശ്നത്തെ നിങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ അടുത്ത പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ഈ അധ്യായം കാണുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്.
ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും പ്രധാനമായി സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധികൾ ഓരോ ദിവസം കൂടുന്തോറും അധികരിച്ചു വരുന്ന അവസ്ഥയും, ഒപ്പം തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്ന തരത്തിലുള്ള ദുരനുഭവങ്ങളും കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട്. ഇതിനെല്ലാം പുറമെ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. എന്നാൽ ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം നൽകുവാനായി തെളിയുന്ന യോഗം തന്നെയാണ് ഈ വിശിഷ്ട രാജയോഗം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് പൂരാടം നക്ഷത്രക്കാരെ പറ്റിയാണ്. കാരണം പൂരാടം നക്ഷത്രക്കാരിൽ ഈ ജൂലൈ മാസത്തിൽ ഒരു ദോഷം നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ നിങ്ങളിൽ ഈ ജൂലൈ 1 തീയതി തെളിയുന്ന വിശിഷ്ട രാജയോഗം കൊണ്ട് ആ ദോഷത്തിൻ്റെ കാഠിന്യം തന്നെ നിങ്ങളിൽ നിന്ന് കുറയും എന്നത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ദോഷം എന്താണെന്നും അതിന് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരത്തെ പറ്റിയുമെല്ലാം തന്നെ മുൻപുള്ള അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അധ്യായം കാണാത്ത പൂരാടം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ അധ്യായം കാണുകയും അതിൽ പറഞ്ഞിരിക്കുന്ന പരിഹാരം ചെയ്യുകയും വേണം. അപ്പോൾ ആ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങളെ ഭയക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ രാജയോഗത്തിൻ്റെതായ ഗുണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. അപ്പോൾ ഈ വിശിഷ്ട രാജയോഗം കൊണ്ട് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരിൽ ഈ ജൂലൈ മാസം പിറക്കുന്ന ദിവസം തന്നെ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടമാണ്. അതായത് ഇന്ന് ഈ അധ്യായം കാണുന്ന സമയത്ത് വരെ ഈ പുതിയ മാസം പിറക്കുന്ന സമയത്ത് വേണ്ട ചില സാമ്പത്തിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റും എന്ന് അറിയാതെ മാനസികമായി വല്ലാത്ത പിരിമുറുക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ആശ്വാസകരമാകുന്ന തരത്തിലുള്ള ഒരു ധനവരവാണ് ഈ വിശിഷ്ട രാജയോഗത്തിലൂടെ വന്നു ചേരുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് വാടക വീട്ടിൽ താമസിക്കുകയും ആ വീടിൻ്റെ വാടക പോലും എങ്ങനെ കൊടുക്കണമെന്ന് ചിന്തിച്ചാൽ അതിനു പോലും എന്താണ് വഴിയെന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ ചില ധനുരാശിക്കാർ ഇപ്പോൾ പെട്ടു നിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് പോലും അതിശയം തോന്നുന്ന തരത്തിൽ നിങ്ങളുടെ വരുമാനത്തിൽ ഈ വിശിഷ്ട രാജയോഗത്തിലൂടെ ഒരു വർധനവുണ്ടാകും എന്ന് മാത്രമല്ല, അനാവശ്യമായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടമായി കൊണ്ടിരുന്ന അവസ്ഥ പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. അതുപോലെ തന്നെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരമായി ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ മതി എന്ന് വരെ ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. എന്നാൽ നിങ്ങൾക്ക് സമാധാനിക്കുവാൻ കഴിയുന്ന സമയമാണ് ഈ ജൂലൈ മാസം പിറക്കുന്നതോടെ വന്നു ചേരുന്നത്. ഇതിൽ പൂരാടം നക്ഷത്രക്കാർ മാത്രം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ സമയത്ത് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിലും പൊതുവെ ധനുരാശിക്കാരിൽ ഈ രാജയോഗം കൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു സമയമാണ് തെളിയുന്നത്. ഇതിൽ തന്നെ പൂരാടം നക്ഷത്രക്കാർക്കും മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രാജയോഗത്തിലൂടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾക്കും ഈ സമയം വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് പഠന കാര്യങ്ങളിലായിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിലായിരുന്നാലും മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ വരുന്ന കുട്ടികളിൽ വളരെ മികച്ച ഒരു മാറ്റം തന്നെ ഈ രാജയോഗം കൊണ്ട് ഉണ്ടാകും. ഇനി നിലവിൽ ഈ അധ്യായം കാണുന്ന ധനുരാശിയിൽ പിറന്ന ഏതൊക്കെയോ വ്യക്തികൾ ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ചില പ്രതിസന്ധികൾ
കുറച്ച് നാളുകളായി അനുഭവിക്കുന്നു. അതായത് ഒരു നല്ല ജോലിക്ക് വേണ്ടി നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെയോ തരത്തിലുള്ള പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ജൂലൈ മാസം 1-ാം തീയതി നിങ്ങളിൽ വിശിഷ്ട രാജയോഗം തെളിഞ്ഞു കഴിയുമ്പോൾ മുതൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് പല മികച്ച മാറ്റങ്ങളും കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലായിരുന്നാലും ഈ ഒരു സമയം കാണപ്പെടുന്നത് വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെയാണ്. ഇനി അടുത്തതായി ഈ ജൂലൈ മാസം പിറക്കുന്ന ദിവസം തന്നെ നിങ്ങളിൽ തെളിയുന്ന വിശിഷ്ട രാജയോഗം കൊണ്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ അത്രയേറെ പ്രാരാബ്ദങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെ നിങ്ങൾക്ക് വലിയ മാനസിക സംഘർഷത്തിന് കാരണമാകുന്നു എന്നതിന് പുറമെ തന്നെ ജീവിതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഭാഗ്യക്കേടുകൾ മാത്രമാണ് പലപ്പോഴും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ജൂലൈ മാസത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ വലിയ രീതിയിലുള്ള ചില ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ആ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായി തീർച്ചയായും പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാര കർമ്മത്തെ പറ്റിയും ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുൻപത്തെ ആ അധ്യായം കാണാത്ത ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ ഈ അധ്യായത്തിൻ്റെ അവസാനമായി ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മാത്രമല്ല അത്തരത്തിലുള്ള ദോഷങ്ങൾ നിലനിൽക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പോലും ഈ ജൂലൈ മാസം 1-ാം തീയതി നിങ്ങളിൽ തെളിയുന്ന വിശിഷ്ട രാജയോഗം കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പല ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ കഴിയും. എന്നിരുന്നാൽ പോലും പൂരുരുട്ടാതി നക്ഷത്രക്കാർ ആ പരിഹാരം ചെയ്തിരിക്കണം. ഇനി ഏറ്റവും സുപ്രധാനമായി ഈ ജൂലൈ 1-ാം തീയതി പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. ഇതിൽ തന്നെ ഒന്നാമതായി ഈ വിശിഷ്ട രാജയോഗത്താൽ മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികളിൽ നിന്നുള്ള പരിഹാരം ജൂലൈ 1-ാം തീയതി തന്നെ അനുഭവത്തിൽ വരും. അതായത് നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച് വല്ലാത്ത ഒരു വിഷമഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ചില പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ഉള്ളത്. ഇനിയും വ്യക്തമായി പറയാനാണെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളോട് ഒരു സ്നേഹവുമില്ലാത്ത അന്തരീക്ഷവും മാതാപിതാക്കളും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയും സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് തന്നെ അവഗണന അനുഭവിക്കേണ്ടി വരുന്ന ചില മക്കളും ഇന്നത്തെ അധ്യായം കാണുന്ന മീനം രാശിക്കാരിൽ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ പോയാൽ കുടുംബം വരെ തകർന്നു പോകുമോ എന്നുള്ള ഭയം നിങ്ങളെ വല്ലാതെ അലട്ടുന്നു. എന്നാൽ ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലുമായി മീനം രാശിക്കാർ അനുഭവിച്ചിരുന്ന പല പ്രതിസന്ധികളും ഈ വിശിഷ്ട രാജയോഗത്തിലൂടെ ഇല്ലാതാകും എന്നതാണ് വാസ്തവം. ഒപ്പം തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ചില പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ വിവാഹ കാര്യങ്ങളിൽ എന്തെന്നില്ലാത്ത തടസ്സങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതായത് ഓരോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കാത്ത തരത്തിൽ മാറി മാറി ഇപ്പോൾ നിങ്ങൾക്ക് അതുതന്നെ മനസ്സിന് വലിയ ഒരു ദുഃഖമായി കിടക്കുകയാണ്. എന്നാൽ ഈ വിശിഷ്ട രാജയോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്നതോടെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിവാഹ തടസ്സത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുകയും
വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു ശുഭകരമായ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. അതുകൂടാതെയും ഈ സമയം എന്ന് പറയുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ വീടുകളിലേക്ക് ചില ശുഭവാർത്തകൾ വന്നു ചേരുന്ന സമയമായിരിക്കും. ഇനി പൂരുരുട്ടാതി നക്ഷത്രക്കാർ മാത്രം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിലും ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു സമയമാണ്. മാത്രമല്ല, ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഒരു സമയത്ത് മീനം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാരിലേക്കും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വരുമാന മേഖല ഏതാണോ അതിൽ നിന്ന് തന്നെ വർദ്ധിച്ച രീതിയിലുള്ള ഒരു ലാഭം കൈപ്പറ്റുവാനുള്ള യോഗവും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ, മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായുള്ള നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് ഒരു ശമനമുണ്ടാവുകയും ഒപ്പം തന്നെ പല കടബാധ്യതകളിൽ നിന്നും ഒരു പരിഹാരം കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. ഇനി അടുത്തതായി, ഈ വിശിഷ്ട രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ജൂലൈ 1-ാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന 3-ാമത്തെ രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഇപ്പോഴുള്ള ജീവിതത്തിലെ പ്രതിസന്ധികൾ കൊണ്ട് ജീവിതം തന്നെ ഒരു മരവിച്ച അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ വളരെയധികം ഈശ്വരന് പ്രാധാന്യം നൽകുന്നവരും ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കുന്നവരുമാണെങ്കിൽ പോലും എപ്പോഴും ജീവിതത്തിൽ സങ്കടങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ദാരിദ്ര്യവും മാത്രമാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. മാത്രമല്ല, നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരിൽ ചില വ്യക്തികൾ ജീവിതത്തിലെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള സമയങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നതിനെപ്പറ്റി ചിന്തിച്ച് വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ ഈ ജൂലൈ മാസം 1-ാം തീയതി തന്നെ വിശിഷ്ട രാജ്യയോഗം തെളിയുന്നതോടെ നിങ്ങളുടെ മനസ്സിനെ അത്രയധികം അലട്ടുന്നതും ഉടനടി തന്നെ പരിഹാരമുണ്ടാകണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നതുമായ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മാറ്റം ആ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചില ദോഷകരമായ കാര്യങ്ങൾ ഈ ജൂലൈ മാസത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കുവാൻ കൂടി നിങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലാണ് ഈ വിശിഷ്ട രാജയോഗം നിങ്ങളിൽ തെളിയുന്നത്. അതായത് നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും നിങ്ങളെ ബാധിച്ചേക്കാവുന്ന ദോഷങ്ങളെയും നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഈ വിശിഷ്ട രാജയോഗം ഏറ്റവും സഹായകമാണ്. എന്നിരുന്നാൽ കൂടി മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള പരിഹാര കർമ്മം അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചെയ്തിരിക്കണം. ഇനി ഇതിൽ തന്നെ ഈ വിശിഷ്ട രാജയോഗം കൊണ്ട് ജൂലൈ 1-ാം തീയതി ബുധനാഴ്ച തന്നെ ചില കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് വലിയ ഒരു കാര്യവിജയമാണ്. അതായത് ഇത്രയും നാളുകളായി നിങ്ങൾ പരിശ്രമിച്ചിട്ട് പോലും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ തീർച്ചയായും ഒരു പരാജയമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളിൽ പോലും ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത കുംഭം രാശിക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. ഇനി ഈ ഒരു സമയത്ത് തുടക്കത്തിൽ പറഞ്ഞ ദോഷകരമായ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാകാത്ത ഏതെങ്കിലും കുംഭം രാശിക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായും മുൻപത്തെ അധ്യായം നിങ്ങൾ കാണുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് പരിഹാരം ചെയ്യുകയും വേണം. ഒപ്പം തന്നെ
അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഈ ജൂലൈ മാസം 1-ാം തീയതി ബുധനാഴ്ച തന്നെ ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ശുഭകാര്യങ്ങളെ ആകർഷിക്കുകയും നിങ്ങളിലെ ദോഷങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വിശിഷ്ട രാജ്യയോഗം തെളിയുന്ന സമയത്ത് കുംഭം രാശിക്കാർ എന്തൊരു കാര്യം ചെയ്താലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു ഫലം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിലെ പല ദുരിതങ്ങളിൽ നിന്നും ഒരു മാറ്റം കാണുവാൻ കഴിയുകയും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ വിശിഷ്ട രാജയോഗത്താൽ തെളിയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.